നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ മൂന്നാമത്തെ കഥ. ഇടയ്ക്കിടയ്ക്ക് കൊട്ടാരത്തിൽ പണ്ഡിത സദസ്സുകൾ നടക്കാറുണ്ട്. പേരുകേട്ട പണ്ഡിതന്മാർ വന്നുകൂടും. അവർ തമ്മിൽ വാഗ്വാദങ്ങൾ നടക്കും. ഒരിക്കൽ രാമനും സദസ്സിൽ ചെന്ന് കയറി. പിറകിലിരിപ്പായി. മായയെക്കുറിച്ചായിരുന്നു അന്നത്തെ വാഗ്വാദം. ഒരു പണ്ഡിതൻ ആവേശത്തോടെ പ്രസംഗിക്കുന്നു. മാന്യമഹാജനങ്ങളെ, ഈ ലോകം മായയാണ്. മായയല്ലാതെ മറ്റൊന്നുമില്ല. ഇന്ദ്രിയങ്ങൾ മുഖേന നാം പലതും ഗ്രഹിക്കാറുണ്ടല്ലോ. പക്ഷേ വാസ്തവത്തിൽ ഗ്രഹിക്കുന്നില്ല. ഗ്രഹിക്കുന്നുവെന്ന തോന്നൽ മാത്രം. നാം ഒരു വസ്തു കാണുന്നു എന്ന് നാം വിചാരിക്കുന്നു, കേൾക്കുന്നു എന്ന് വിചാരിക്കുന്നു, മണക്കുന്നു എന്ന് വിചാരിക്കുന്നു, സ്പർശിക്കുന്നു എന്ന് വിചാരിക്കുന്നു, രുചിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കേവലം വിചാരം മാത്രം. അതാണ് മായ. രാമൻ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറഞ്ഞു, മാന്യമഹാജനങ്ങളെ, ഭക്ഷിക്കുമ്പോൾ ഭക്ഷിക്കുകയല്ല, ഭക്ഷിക്കുകയെന്ന് വിചാരിക്കുന്നു. അതാണല്ലോ ഈ മഹാപണ്ഡിതൻ സമർത്ഥിച്ചത്. അത് ശരിയാണോ എന്ന് നമുക്കിപ്പോൾ പരീക്ഷിക്കാം. തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ സദ്യ തരുന്നുണ്ടല്ലോ. നമുക്കൊക്കെ സദ്യ ഉണ്ണാം. നമ്മുടെ പണ്ഡിതൻ ഉണ്ണുന്നതായി വിചാരിച്ചുകൊണ്ട് ഉണ്ണാതിരിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ് നിറയും. കേട്ടവരെല്ലാം പൊട്ടിച്ചിരിച്ചു. മായാവാദക്കാരൻ ഇളിഭ്യനായി. ചക്രവർത്തിക്ക് സന്തോഷമായി. അദ്ദേഹം രാമന് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിച്ചു. രാമ, ഞാൻ നിങ്ങളെ കൊട്ടാരം വിദൂഷകനായി നിയമിച്ചിരിക്കുന്നു, ചക്രവർത്തി അറിയിച്ചു. ചിരകാലമായുള്ള ആഗ്രഹം സാധിച്ചില്ലേ? രാമന് അത്യധികമായ ആഹ്ലാദമുണ്ടായി. ഇനി വേണം അത് ചെയ്യാൻ, അതായത് രാജപുരോഹിതനോടുള്ള പകവീട്ടൽ. നന്ദി.